സിറ്റാഡൽ ഹണി ബണി എന്ന സീരീസ് ഇറങ്ങിയിരിക്കുകയാണ്. സിറ്റാഡൽ എന്ന പ്രിയങ്ക ചോപ്രയുടെ സീരീസിന്റെ ഒരു പ്രീക്വലാണിത്. ഇത് പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. 6 എപ്പിസോഡ് വീതം 45 മിനിറ്റ്സ് ടു 1 hour ആണ് ഇതിന്റെ റൺ ടൈം. സിറ്റാഡൽ ഹണി ബണി സീരീസ് കാണുന്നതിന് മുന്നേ സിറ്റാഡൽ എന്ന പ്രിയങ്ക ചോപ്രയുടെ സീരീസ് ഉണ്ട്, അത് കാണുക. എന്ന സീക്വലാണ്. ഒരു ആവറേജ് വ്യൂയിങ് എക്സ്പീരിയൻസ് ഉള്ളൂ, പക്ഷെ എന്നാലും പ്രിയങ്ക ചോപ്രയ്ക്ക് വേണ്ടി കാണാം. എന്നാലേ നമുക്ക് ആ വേൾഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, സിറ്റാഡൽ എന്ന വേൾഡിലോട്ട്. സോ ഹൗ ഇസ് സിറ്റാഡൽ ഹണി ബണി? ഒരു ടിപ്പിക്കൽ എവിടെയൊക്കെയോ കണ്ടു മറന്നൊരു സ്പൈ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബട്ട് ഇവിടെ ഡയറക്ടേഴ്സ് നെയിം രാജ് ആൻഡ് ഡി കെ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ബെസ്റ്റ് ഇൻ ദിസ് ഹോൾ സീരീസ്. എത്ര പ്രഡിക്റ്റബിൾ പ്ലോട്ട് ആണെങ്കിലും ശരി, ദ വേ ദേ ഹാവ് എക്സിക്യൂട്ടഡ് ദ സീരീസ്, അതാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. ആ ഒരു സ്റ്റൈലിഷ് ആൻഡ് നല്ല പ്രസന്റേഷനോട് നമ്മളെ എൻഗേജിങ് ഇരുത്താൻ സാധിച്ചിട്ടുണ്ട്. രാജ് ആൻഡ് ഡി കെയുടെ ഏത് സീരീസ് നോക്കിയാലും ശരി, ഫാർസി ആയിക്കോട്ടെ, ഗൺസ് ആൻഡ് ഗുലാബ്സ് സീരീസ് ആയിക്കോട്ടെ, ഫാമിലി മാൻ സീരീസ് ആയിക്കോട്ടെ, ഗോ ഗോൺ ആയിക്കോട്ടെ, എല്ലാം ഈ ഈച്ച് ആൻഡ് എവറി വർക്കിൽ അവരവരുടെ ആത്മാർത്ഥത വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഡൺ ദിയർ ബെസ്റ്റ്. സോ ഞാൻ എല്ലാ ഗ്യാരണ്ടിയോടെ തന്നെയാണ് പറയുന്നത്, ഒട്ടും ബോറടിക്കാതെ കാണാൻ പറ്റിയ സീരീസ് തന്നെയാണ് സിറ്റാഡൽ ഹണി ബണി. പക്ഷെ ഞാൻ അതിന്റെ സീക്വൽ സിറ്റാഡലിനെ പറ്റി ഞാൻ അങ്ങനെ പറയില്ല, അത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ കണ്ടുവരും. പക്ഷെ എന്നാലും കാണാൻ നോക്കുക. പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും വരുൺ ധവാൻ, സമാന്ത രത് പ്രഭു, കെ മേനൻ, ഇവരെല്ലാവരും അവരുടെ റോൾസിൽ നല്ല ഇന്റൻസ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിമ്രൻ, സാക്കിബ്, ഇവരും അവരുടെ റോൾസിൽ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. ഇതിൽ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ചേസ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിംഗ് ആയ രീതിയിലാണ് എക്സിക്യൂട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വരുൺ ധവാന്റെയും സമാന്തയുടെയും ആ ഒരു എഫേർട്ട് അവർ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ സീക്വൻസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സമാന്തയുടെ ഒരു സിംഗിൾ ഷോട്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതിൽ സമാന്തയുടെ ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു എഫേർട്ടൊക്കെ എടുത്തു പറയുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ ആ ക്യാരക്ടറിന്റെ ഷൂസിലൂടെ കയറിയിട്ടുണ്ട്. പിന്നെ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലും ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് വെരി വെൽ ഷോട്ട് ആയിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് രീതിയിലാണ് രാജൻ ഡി കെ അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചേസ് സീക്വൻസിലും നമുക്ക് ആ ഒരു ഡയറക്ടറിന്റെ ആ ഒരു എഫേർട്ടും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സിനിമാറ്റോഗ്രാഫി ബൈ ജോഹാൻ. 2 കാലഘട്ടമാണ് കാണിക്കുന്നത്. 2 കാലഘട്ടത്തിലും അതിൻ്റെതായ വിഷ്വൽസ് ജോഹാൻ സമ്മാനിച്ചിട്ടുണ്ട്. രാജൻ ഡി കെ എന്ന ഡയറക്ടേഴ്സിന് എന്താണ് വേണ്ടത് അതേ രീതിയിൽ തന്നെ, വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ തന്നെ ജോഹാൻ അത് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റലർ കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഇമ്പാക്ട് തന്നെയാണ് ആ ഒരു സീരീസിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് വളരെ ടൈറ്റ് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. ഒട്ടും ലാഗ് അടിക്കാതെ നമുക്ക് ഇരുന്ന് കംപ്ലീറ്റ് 6 എപ്പിസോഡ്സ് കാണാൻ സാധിക്കും. പ്രൊഡക്ഷൻ ഡിസൈൻ വളരെ കൺവിൻസിംഗ് ആയിരുന്നു. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആ റൈറ്റിംഗ് പാർട്ട് കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോർ ചെയ്ത സൈഡ് ആണെങ്കിലും, സ്പൈ വേൾഡ് ആണെങ്കിലും, പിന്നെ ആ റൊമാൻസ് എക്സ്പ്ലോർ ചെയ്താണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു ഡെപ്ത് ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ക്യാരക്ടറൈസേഷനും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കോർ മിസ്സിംഗ് ആയിരിക്കും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രെഡിക്റ്റബിൾ പ്ലോട്ടാണ്, നത്തിങ് ന്യൂ. ഓവറോൾ ഇത് രാജൻ ഡി കെയുടെ ഒരു ബെസ്റ്റ് വർക്കും അല്ല, അതേപോലെ ബാഡ് വർക്കും അല്ല. സിറ്റാഡൽ ഹണി ബണി ഒരു എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് സീരീസ് തന്നെയാണ്. പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ.